ഈ പണക്കാരന് കുഞ്ഞിലെ മുതൽ വ്യത്യസ്തമായ ഒരു രോഗമുണ്ട്. അവൻ ആരെയെങ്കിലും തൊട്ടാൽ ശരീരം മുഴുവൻ മോശമായ രീതിയിൽ റാഷസ് വരും. അതേസമയം ഇവൻ ഇത്രയും വലിയ പണക്കാരനായിരുന്നിട്ടും ലോകത്തിലെ ഒരു ഡോക്ടറിനും അവനെ സഹായിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ കുഞ്ഞിലെ മുതൽ അവൻ ഒറ്റപ്പെട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ഒരു സയന്റിസ്റ്റ് അവന് വേണ്ടി ഒരു റോബോട്ടിനെ ഉണ്ടാക്കുന്നു. അവൻ അതിനെ തൊട്ടുനോക്കുമ്പോൾ അവന് പ്രശ്നമൊന്നും ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് അവൻ എത്രയും വേഗം അത് ഫിനിഷ് ചെയ്ത് ഡെലിവർ ചെയ്യാൻ പറയുന്നു. പക്ഷെ അവന്റെ ഡേറ്റ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അറിയാതെ ഒരു ആക്സിഡന്റ് ഉണ്ടായി ആ റോബോട്ട് ഡാമേജ് ആവുന്നു. അതിലും മോശമായ കാര്യം എന്താണെന്ന് വെച്ചാൽ അത് റിപ്പയർ ചെയ്യാൻ ആ സയന്റിസ്റ്റിന് കുറഞ്ഞത് 1 മാസമെങ്കിലും വേണം. അതുകൊണ്ട് പറഞ്ഞ ടൈമിൽ അത് ഡെലിവർ ചെയ്യുന്നതിനായി ആ സയന്റിസ്റ്റ് തന്റെ എക്സ് ഗേൾ ഫ്രണ്ടിന്റെ അടുത്ത് സഹായം ചോദിക്കുന്നു. കാരണം ആ റോബോട്ടിനെ ഉണ്ടാക്കിയിരിക്കുന്നത് അവളെ പോലെയാണ്. അത് കേട്ടതും അവൾ ഷോക്കാവുന്നു. എന്നാലും അയാൾ കൊടുക്കാമെന്ന് പറഞ്ഞ കാശിന് വേണ്ടി വേറെ വഴിയില്ലാതെ സമ്മതിക്കുന്നു. അങ്ങനെ ആ സയന്റിസ്റ്റ് അവളെ ഒരു റോബോട്ടിനെ പോലെ റെഡിയാക്കി ആ പണക്കാരന്റെ വീട്ടിലേക്ക് അയക്കുന്നു. പക്ഷെ അവൾ വന്നപ്പോൾ തന്നെ അവൾ ടെസ്റ്റ് ചെയ്യുന്നതായി പറഞ്ഞ് അവളെ കഷ്ടപ്പെടുത്തുന്നു. അപ്പോൾ അവളുടെ മൂവ്മെന്റ് എല്ലാം മനുഷ്യന്റേതുപോലെ ഉണ്ടെന്ന് പറഞ്ഞ് അവൾക്ക് ഡിഫിക്കൽട്ട് ആയ ഒരു മാത്സ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ കൊടുക്കുന്നു. ആക്ച്വലി ആ പ്രോബ്ലം സോൾവ് ചെയ്താൽ മാത്രമേ അവിടെയുള്ള ബോക്സിൽ എത്ര മുട്ടയുണ്ടെന്ന് അറിയാൻ പറ്റൂ. നോക്കുമ്പോൾ ഇവൾ കൈകൊണ്ട് ആ ബോക്സ് പൊട്ടിച്ച് മുട്ടയെടുത്ത് കറക്റ്റായി ആൻസർ പറയുന്നു. അത് കണ്ട് ഷോക്കായ പണക്കാരൻ അവളെ ഒബ്സർവ് ചെയ്യുന്നതിനായി സാവധാനം അടുത്തേക്ക് വരുന്നു. പക്ഷെ അവൻ അടുത്തേക്ക് വരുംതോറും അവൾ പുറകിലേക്ക് പോകുന്നു. ഉടനെ അവൻ അനങ്ങാതെ നിൽക്കാൻ പറഞ്ഞ് അവൾക്ക് ഓർഡർ കൊടുത്തിട്ട് അവളെ തൊടാൻ ശ്രമിക്കുന്നു. പക്ഷെ അടുത്ത നിമിഷം തന്നെ ദേഷ്യം വന്നവൾ അവനോട് ഭയങ്കരമായി വഴക്കുണ്ടാക്കുന്നു. അതേസമയം ഇത് കണ്ടുകൊണ്ടിരുന്ന സയന്റിസ്റ്റ് ഷോക്കാവുന്നു. എന്നാലും പണക്കാരൻ ചോദിക്കുമ്പോൾ റോബോട്ടിനോട് മോശമായി പെരുമാറാൻ ശ്രമിക്കുമ്പോൾ തടയാനുള്ള പ്രോഗ്രാം ആണെന്ന് പറയുന്നു. അവൻ സയന്റിസ്റ്റ് പറഞ്ഞത് വിശ്വസിച്ച് ടാബ്ലറ്റ് കഴിക്കാനായി പോകുന്നു. കഷ്ടകാലത്തിന് അവനത് കഴിക്കുമ്പോൾ തൊണ്ടയിൽ കുടുങ്ങുന്നു. അവസാന നിമിഷത്തിൽ അവൾ വന്ന് അവന്റെ പുറത്ത് തട്ടി അവനെ രക്ഷിക്കുന്നു. പക്ഷെ അവൻ താനൊന്നും പറയാതെ എങ്ങനെയാണ് റോബോട്ട് ഇത് ചെയ്തതെന്ന് സംശയിക്കുന്നു. അതുകൊണ്ട് അവൻ വേഗം തന്നെ അത് റോബോട്ടാണോ എന്ന് അറിയുന്നതിനായി അവളെ തൊട്ടുനോക്കാൻ പോകുന്നു. പക്ഷെ അതിനുള്ളിൽ അവൾ അവന്റെ കയ്യിൽ പിടിക്കുന്നു. നോക്കുമ്പോൾ അതിശയകരമായി അവളെ തൊടുമ്പോൾ മാത്രം അവൻ ഒരു കുഴപ്പവും ഉണ്ടാവുന്നില്ല.